കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൽ 40 മാർക്ക് സ്കോർ ചെയ്യാനുള്ള സ്ട്രാറ്റജിയാണ് ഇവിടെ പറയുന്നത്. മൊഡ്യൂൾ 1. ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രസൻഹാംസ് ലൈൻ ഡ്രോയിങ് അൽഗോരിതവും പിന്നെ റാൻഡം റാസ്റ്റർ സ്കാൻ ഡിസ്പ്ലേ, ഈ 2 കാര്യങ്ങളാണ്. ലൈൻ ഡ്രോയിങ് അൽഗോരിതം മെയിൻലി അതിൻ്റെ ന്യൂമറിക്കൽസ് ആണ് വന്നിട്ടുള്ളത്, പക്ഷേ ഇടയ്ക്ക് അൽഗോരിതവും എക്സാമ്പിളൊക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ റാൻഡം ആൻഡ് റാസ്റ്റർ സ്കാൻ ഇത് ഡിഫറൻസിയേഷൻ ചോദിക്കും. പിന്നെ പാർട്ട് എയിൽ കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. വേറെ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് പോയിന്റ്സ് ഉള്ളൂ. എൻ്റർടൈൻമെൻറ്റ്, കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ അതിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. പിന്നെ DDA അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രസൻഹാംസിൻ്റെ ഏകദേശം ഒരു സിമിലർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ സർക്കിൾ ഡ്രോയിങ് അൽഗോരിതം എന്ന് പറഞ്ഞാൽ കുറച്ച് കോംപ്ലക്സ് ആണ്, അതുകൊണ്ടാണ് ഞാൻ അതർ ക്വസ്റ്റ്യൻസിൻ്റെ ലിസ്റ്റിൽ ഇട്ടിട്ടുള്ളത്. മൊഡ്യൂൾ 2 2 ഡയമെൻഷണൽ ട്രാൻസ്ഫോർമേഷൻസ്, ട്രാൻസ്ലേഷൻ, റൊട്ടേഷൻ, സ്കെയിലിംഗ്, റിഫ്ലക്ഷൻ, ഷിയറിംഗ്, ഈ കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ ഡെഫിനിഷൻസും അടുത്ത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫോർമുലാസ് ഒക്കെ അറിയാമെന്നാണെങ്കിൽ മറ്റേ ന്യൂമറിക്കൽ ക്വസ്റ്റ്യനിൽ സുഖമായിട്ട് ഒരു 7-8 മാർക്ക് മേടിക്കാൻ പറ്റും. ഇടയ്ക്ക് 7 മാർക്കിന് വരും, ഇടയ്ക്ക് 8 മാർക്കിന് വരും. അപ്പോൾ അതെന്തായാലും സുഖമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. മൊഡ്യൂൾ 3 ഇതിലങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഒരു പാറ്റേൺ ഞാൻ കണ്ടിട്ടില്ല, ഞാൻ നോക്കിയ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ. പക്ഷേ എന്തായാലും ഈ പറഞ്ഞ 4 അൽഗോരിതത്തിൽ നിന്ന് 2 എണ്ണം എന്തായാലും വരും. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെപ്ത് ബഫറാണ്. സോ അത് പഠിക്കുക. പിന്നെ 4 എണ്ണത്തിൽ 2 എണ്ണം എന്തായാലും വരും എന്ന് പറഞ്ഞ സ്ഥിതിക്ക് 3 എണ്ണം പഠിച്ചിരിക്കുക ആ ഒരു ലോജിക്ക് വെച്ചിട്ട്. അപ്പോൾ എന്തായാലും ഒരു 7 അല്ലെങ്കിൽ 8 മാർക്ക് സുഖമായിട്ട് ഇതിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും. ഡെപ്ത് ബഫർ എന്തായാലും പഠിക്കുക. ബാക്കിയുള്ള 3-ൽ നിന്ന് ഏതെങ്കിലും 2 എണ്ണം വെച്ച് പഠിക്കാം. ഇനി അടി പറഞ്ഞ വിൻഡോ ടു വ്യൂ പോർട്ട് കോർഡിനേറ്റ്സ് ട്രാൻസ്ഫോർമേഷൻ കുറേ പ്രാവശ്യം പാർട്ടിൽ ചോദിച്ചിട്ടുണ്ട്. പ്രൊജക്ഷൻസിൻ്റെ ആ ക്വസ്റ്റ്യൻ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട് പാർട്ട് ബിയിൽ. മൊഡ്യൂൾ 4 ഇതിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ടമെന്റൽ സ്റ്റെപ്സ് ഇൻ ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിങ്ങും ഇമേജ് പ്രോസസ്സിംഗ് സിസ്റ്റം. ഇതിൽ നിന്ന് പാർട്ട് എ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് പാർട്ട് എയിലും പാർട്ട് ബിയിലും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ആദ്യത്തെ ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ സാമ്പിളിംഗ് ആൻഡ് ക്വാണ്ടൈസേഷൻ ഇടയ്ക്കിടയ്ക്ക് പാർട്ട് എയിൽ ചോദിച്ചിട്ടുള്ളതാണ്. 4 ഐറ്റം അഡ്ജസൻസി. മൊഡ്യൂൾ 5 ഇതും മൊഡ്യൂൾ 3 പോലെ അങ്ങനെ ഒരു റിപ്പീറ്റഡ് പാറ്റേൺ ആയിട്ടൊന്നും നോട്ടീസ് ചെയ്തിട്ടില്ല. പക്ഷേ ഈ പറഞ്ഞ 2 ക്വസ്റ്റ്യൻസും അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ്. ഇമേജ് സെഗ്മെന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം തന്നെ ആ റീജിയൻ ബേസ്ഡ് അങ്ങനത്തെ കുറേ ആ ടൈപ്സ് വെച്ചിട്ട് കുറേ ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ഇമേജ് സെഗ്മെന്റേഷൻ, എക്സ്പ്ലെയിൻ റീജിയൻ ബേസ്ഡ് ആൻഡ് എഡ്ജ് ബേസ്ഡ്, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഹിസ്റ്റോഗ്രാം ഇക്വലൈസേഷനിൽ ഒരു ടേബിൾ വന്നിട്ട് ന്യൂമറിക്കൽസ്, അപ്പോൾ അതും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും പഠിക്കാം. പിന്നെ സ്മൂത്തനിങ് ആൻഡ് ഷാർപ്പനിങ് ടെക്നീക്സും ഗ്രേ ലെവൽ ട്രാൻസ്ഫോർമേഷൻ ഫംഗ്ഷൻസും. ഗ്രേ ലെവൽ ട്രാൻസ്ഫോർമേഷൻ ഫംഗ്ഷൻസ് പാർട്ട് ബിയിൽ അത്യാവശ്യം വന്നിട്ടുള്ളതാണ്. പക്ഷേ അത് ടഫാണെങ്കിൽ എന്തായാലും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ട് പോവാം. ഞാൻ നോക്കിയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കി ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്തിട്ട് ഒരു PDF രൂപത്തിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ എനിക്കിപ്പോൾ എന്തെങ്കിലും നോട്ട്സോ അങ്ങനത്തെ എന്തെങ്കിലും കണ്ടന്റ് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഉണ്ടാക്കിയിടാൻ പ്രയാസമാണ്. അപ്പോൾ ഞാൻ അതിനായിട്ട് ടെലിഗ്രാം ചാനൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടെങ്കിൽ ഞാൻ അവിടെ ഷെയർ ചെയ്യും. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.